മക്കളെ, അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. ആൻഡ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഏകദേശം നിങ്ങളുടെ നീറ്റ് സ്കോറൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലേ? നമ്മുടെ നീറ്റ് 2025 സ്കോറൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏകദേശം നിങ്ങളുടെ സ്കോർ ഏതാണ് വരിക എന്നുള്ളത്. ആൻഡ് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീറ്റിൻ്റെ സ്കോറ് അല്ലെങ്കിൽ നമ്മുടെ നീറ്റിൻ്റെ കട്ട് ഓഫ് എന്തായാലും എന്തായിരിക്കും, ഒരു 500 റേഞ്ച് ആയിരിക്കും. ഓക്കെ, പക്ഷെ എന്നാലും കുറേ മക്കൾ വിചാരിക്കുന്നുണ്ടാകും പക്ഷേ എൻ്റെ സ്കോർ വരുന്നത് ഈ ഒരു 150 and 400 ഇടയിലാണ്. എനിക്ക് ഏതെങ്കിലും ഇനി എന്താണ് ഞാൻ ചെയ്യുക, ഞാൻ എന്ത് ഡെസിഷനാണ് എടുക്കേണ്ടത്, ഞാൻ റിപ്പീറ്റ് ചെയ്യണോ, വേറെ എന്തെങ്കിലും കോഴ്സസിന് പോവോ, എനിക്ക് MBBS കിട്ടുമോ, അങ്ങനെ കുറേ സംശയങ്ങൾ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവും അല്ലെ, കുറേ ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾ ഈ ഒരു സ്കോറിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല മിസ് പറയുന്നത്. ആദ്യം തന്നെ മിസ് അത് ക്ലിയർ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഈ ഒരു MBBS അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നീറ്റ് എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞു, നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല നിങ്ങളുടെ മാർക്സ് വരുന്നത്, എൻ്റെ ലൈഫ് ഇതോടുകൂടി തീർന്നു എന്ന് ഒരു കാരണവശാലും എൻ്റെ കുട്ടികൾ ചിന്തിക്കരുത്. ഓക്കെ, നമ്മളെ മുന്നിൽ ഓപ്ഷൻസ് നിരവധിയാണ്. അത് നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു വീഡിയോ. ആൻഡ് ഇതിൽ തന്നെ നിങ്ങളിതിൽ ഏത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് പ്യോർലി നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത്, എനിക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നാണ് ആഗ്രഹം, അങ്ങനെ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത്, നിങ്ങളിപ്പോൾ എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, ഇതൊരിക്കലും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം, ഈ സ്കോർ കിട്ടിയാൽ നിങ്ങൾ ഇതാണ് അങ്ങനെ പറയുന്നൊരു വീഡിയോ അല്ല. ഓക്കെ, കുറച്ച് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും കുറച്ചൊരു ആശ്വാസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈ ഒരു വീഡിയോൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നീറ്റ് സ്കോർ ഒരു 154, നമ്മൾക്ക് ഇപ്പോഴും ഒഫീഷ്യൽ കട്ട് ഓഫ് വന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാതെ മിസ് കരുതുന്നു. എന്തായാലും ഒരു 500 റേഞ്ചിലായിരിക്കും നമ്മുടെ കട്ട് ഓഫ് വരുന്നത്. ഇനി ഈ ഒരു സ്കോറിൻ്റെ ബിറ്റ്വീനിലാണ് നിങ്ങളുള്ളത് അല്ലെങ്കിൽ ഇതിലും താഴെയാണ് നിങ്ങളുള്ളതെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻസ്? അപ്പോൾ ഏറ്റവും പ്രൈമറി ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്നല്ല മിസ് പറയണത്. അതായത് നിങ്ങൾ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ നീറ്റ് എഴുതുന്ന ആളാണ്, അതായത് ഇപ്പോൾ +2 പാസ്സായിട്ടുള്ളൂ ആൻഡ് ഇത് നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഈ ഒരു നമ്മളുടെ നീറ്റ് എക്സാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുക. കാരണം എന്ന് പറയുമ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഒഫീഷ്യലായിട്ട് നിങ്ങൾ നീറ്റ് എക്സാം എഴുതുന്നത്. ആൻഡ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നീറ്റ് എക്സാം എന്നൊന്നും നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടായിട്ടുണ്ടാവില്ല, മോക്ക് ടെസ്റ്റുകൾ എടുത്തതല്ലാതെ. നിങ്ങളൊരു റിപ്പീറ്റർ അല്ല, നിങ്ങളൊരു ഫസ്റ്റ് അറ്റംപ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ സ്കോർ ചിലപ്പം ഈ ഒരു റേഞ്ചിലായിരിക്കും വന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ നല്ല മാർക്സ് എന്തായാലും കിട്ടും, ആൻഡ് എല്ലാ തവണത്തെ നീറ്റ് ഇതുപോലെ ആവണമെന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഈവൻ നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിൽ കൂടെ, ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു റിപ്പീറ്റർ ആണ് പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിപ്പം ചിലപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് പേടിച്ചത് കൊണ്ടാണ്, എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയതുകൊണ്ടാണ് എനിക്ക് ഈ സ്കോർ കുറഞ്ഞത്. ഓക്കെ, ഞാൻ വീട്ടിൽ ചെന്ന് സമാധാനത്തോടെ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം ഒരു എക്സാം എഴുതി നോക്കിക്കഴിഞ്ഞാൽ, നീറ്റ് എഴുതി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ ബേസിസ് എന്താണ്? നിങ്ങളുടെ തോന്നൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ. ഇതിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ റിപ്പീറ്റർ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു തവണ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും എന്ന് നിങ്ങളുടെ മനസ്സ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. അപ്പോഴും കുറേ മക്കൾ ചിന്തിക്കുന്നൊരു കാര്യം, റിപ്പീറ്റ് ചെയ്യുമ്പം എൻ്റെ ഒരു വർഷം വീണ്ടും പോവുമല്ലേ അല്ലേ? നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, ഒരു വർഷം നമ്മൾ പോവുമല്ലേ. മക്കളെ, ഒരിക്കലും നിങ്ങളുടെ ഒരു വർഷം പോവുകയല്ല ചെയ്യുന്നത്. കാരണം നമ്മൾ നീറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളോടൊക്കെ പറയുന്നൊരു കാര്യമാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ കൈകെട്ടി മിണ്ടാതിരിക്കുന്നതാണ് നമ്മൾക്കറിയുന്ന ഡിസിപ്ലിൻ അല്ലേ? എനിക്കും കുറച്ച് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിസിപ്ലിനൊക്കെ മാർക്കിടാൻ വരുമ്പോൾ നമ്മൾ അച്ചടക്കത്തോടെ ഇരിക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ ക്ലാസ് റൂമൊക്കെ ഉണ്ട്, നമ്മൾ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ നീറ്റ് സ്റ്റഡിയിലേക്ക് വരുമ്പോൾ, നീറ്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിട്ടയോടെ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തു, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് ഫംഗ്ഷൻ വന്നു, ഒരു സെലിബ്രേഷൻ വന്നു, നിങ്ങളത് മാറ്റി വെച്ച് നിങ്ങളുടെ പഠിത്തത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണ്. അപ്പോൾ അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങളെ ഈ ഒരു പ്രിപ്പറേഷൻ സഹായിച്ചിട്ടുണ്ടാവില്ലേ അല്ലേ? അതായത് ഈ നീറ്റ് എക്സാം എന്ന് നമ്മുടെ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു എക്സാം അല്ല. ഓക്കെ, ആദ്യം എൻ്റെ മക്കൾ അത് മനസ്സിലാക്കുക. ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും വേസ്റ്റ് ആക്കുകയില്ല. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ അതിലൂടെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷേ ഈ ഒരു ഇയർ വേസ്റ്റ് ആവുമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ മനസ്സ് അതാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്.
ഓക്കെ. ഇനി അതല്ല, ചില മക്കൾക്ക് തോന്നുന്നുണ്ടാകും, മൂന്നാമത്തെ ഒരു കാറ്റഗറിയിലെ കുട്ടികൾ പറയുകയാണ് ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ എൻ്റെ അൾട്ടിമേറ്റ് കൊടുത്തു കഴിഞ്ഞു, ഓക്കെ, ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഇനി എനിക്ക് തോന്നുന്നത് ഞാൻ നീറ്റിന് പറ്റിയ ആളല്ല, അല്ലെങ്കിൽ MBBS അല്ല എൻ്റെ കരിയർ എന്ന് നിങ്ങൾക്കുള്ളുന്നൊരു തോന്നൽ വരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഇനി നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ഇനി എന്തായാലും വയ്യ, ഈ സ്ട്രെസ് എനിക്ക് താങ്ങാൻ വയ്യ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ച് എനിക്കിനി പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് MBBS അല്ലാത്തത്, അതായത് ഈ ഒരു സ്കോറിൽ നിങ്ങൾക്ക് വേറെയും കോഴ്സുകൾ, പക്ഷേ നമ്മൾ MBBS ഒഴിവാക്കി, പക്ഷേ നമ്മളുടെ പേരിന് മുന്നിൽ ആ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ MBBS അല്ലാത്ത ഡോക്ടേഴ്സ് ഒത്തിരി ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് BDSന് പോകാം. BDS എന്ന് പറയുമ്പോൾ ഡെൻ്റൽ ഡോക്ടേഴ്സ് ആവാം. ഞാൻ ഡെൻ്റൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള ജോബൊന്നുമല്ല. അത് പലരും പറയുന്നതാണ്. നമ്മൾ എന്ത് ജോലി, ഒരു ജോലിയും മോശമല്ല, നമ്മൾ അതിനെങ്ങനെ കാണുന്നു, നമ്മൾ അതിൽ എത്രത്തോളം സ്കിൽഡാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഏതൊരു ജോലിയും. ഓക്കെ. അപ്പോൾ നിങ്ങൾ BDS ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി നിരവധി ഓപ്ഷൻസ് ആണ്. കാരണം ഇപ്പോൾ എല്ലാവരും അവരുടെ സെൽഫ് ലെവലെ പേഴ്സണലി നല്ല പോലെ കൊണ്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെല്ലാവരും പല്ലിന് ഹോൾ ഉണ്ടാകുമ്പോൾ ക്യാവിറ്റി വരുമ്പോൾ നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്താണ് പോവുക. പല്ലിന് ക്ലിപ്പിടുന്ന ആൾക്കാരുണ്ട്. ഈവൻ മിസ്സ് പോലും പല്ലിന് ക്ലിപ്പിട്ട ആൾക്കാരാണ്. ഓക്കെ. അപ്പം നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ കാണിക്കണം എന്ന ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിന് ബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്താണ് പോവാം. അതൊരിക്കലും ഒരു മോശം ജോബല്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡോക്ടർ എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BDSന് പോവാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദിക് ഡോക്ടർ ആവാം, ദെൻ നിങ്ങൾക്ക് ഹോമിയോപ്പത്തിക് ഡോക്ടർ ആവാം, ദെൻ നിങ്ങൾക്ക് യുനാനിയുടെ BUMS ഉണ്ട്, BSMS സിദ്ധ മെഡിസിൻ ഉണ്ട്, BNYS നമ്മുടെ നാച്ചുറോപ്പത്തി ആൻഡ് യോഗിക് സയൻസ് ഉണ്ട്. ദെൻ നിങ്ങൾക്ക് വെറ്റിനറി ഡോക്ടർ ആവാനാണ് ആഗ്രഹം, അതായത് ആനിമൽസിനൊന്നും പേടിയില്ല. അപ്പം മിസ്സിനെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും പറ്റില്ല. എനിക്ക് ആനിമൽസിനെയൊക്കെ പേടിയാണ്, അതായത് പിടിക്കാനും ഒക്കെ. പക്ഷേ ആനിമൽ ലവേഴ്സ് ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ അലൻ സാറിൻ്റെയും വീട്ടിൽ തന്നെ നമ്മുടെ സ്കൂട്ടറും സ്പൈഡറും ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം കുട്ടികളെ പോലെയാണ് പെറ്റ്സിനെ കാണുക. അപ്പോൾ അവർക്കൊരു അസുഖം വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അസുഖം വരുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ആരെടുത്താൽ പോവുക? വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആനിമൽസിനൊന്നും പേടിയില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് വെറ്റിനറി ഡോക്ടർ ആവാൻ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അതല്ല നിങ്ങളുടെ സ്കോർ ആ ഒരു 150-400 റേഞ്ചിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MBBS ആവില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതല്ലാത്ത ഡോക്ടർ പ്രൊഫഷൻസ് വേറെയുണ്ട്. ഇതിലെല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മളതിനെങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. മൂന്നാമത്തേതായിട്ട് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് കോഴ്സസ് ഉണ്ട്, വേറെ തന്നെ കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. ഇപ്പോൾ ഫിസിയോതെറാപ്പിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ആക്സിഡൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്താണ് നമ്മൾ പോവുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ആളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കാം. അതിനൊക്കെ നല്ല സ്കോപ്പ് ഉള്ളത് തന്നെയാണ്. ദെൻ നിങ്ങൾക്ക് BOT ഉണ്ട്, ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി. ദെൻ ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് ഉണ്ട്. അതായത് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളുടെ നഴ്സസ് ഡേ ആണ്. അപ്പോൾ ഇത് പറയുമ്പോൾ കുറച്ചുകൂടി സ്പെഷ്യലാണ് അല്ലേ. അതായത് ഞാനൊരു പോസ്റ്റ് കണ്ടു, എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ ഡോക്ടറാണ്. അപ്പോൾ അവൾ ഇട്ടതാണ്, ഞങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യും, എഴുതി കൊടുക്കും, പക്ഷെ അത് വർക്കൗട്ട് ചെയ്യുന്നത് നേഴ്സസാണ് അല്ലേ. നമ്മൾ ഇന്ത്യയിൽ അത്രത്തോളം പെയ്ഡ് അല്ല, പക്ഷെ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നല്ല സാലറി ഒക്കെ കിട്ടുന്ന നല്ല സർവീസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു MBBSലേക്ക് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യം തന്നെയാണ് നഴ്സിംഗ്. ദെൻ മെഡിക്കൽ ലാബ് ടെക്നോളജി, ഇതൊക്കെ നമ്മളുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടണം എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ മെഡിക്കൽ ലാബ് ടെക്നോളജി ഉണ്ട്, റേഡിയോളജി ഉണ്ട്, ദെൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി. ഇപ്പോൾ അനസ്തേഷ്യ ടെക്നോളജിയിലൊക്കെ പറയുകയാണെങ്കിൽ ഏതൊരു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിലും അനസ്തെറ്റിസ്റ്റ് വേണം, അതായത് അനസ്തേഷ്യ കൊടുക്കാനുള്ളൊരു ഡോക്ടർ വേണം. അവരാണ് വന്നിട്ട് നോക്കിയിട്ട് പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരാണ് അത് പറയുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ മെഡിക്കൽ ഫീൽഡ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതല്ലാത്ത ഓപ്ഷൻസും ഉണ്ട്. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് BSc ഇൻ ലൈഫ് സയൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സുവോളജി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടണി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കാം, കെമിസ്ട്രി എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് എടുക്കുമ്പോഴുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനല്ല, നിങ്ങൾക്ക് ഒന്നുകിൽ ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹം. അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു BSc ഇപ്പോൾ മിസ് എടുത്തിട്ടുള്ളത് BSc സുവോളജിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ PG എടുത്തു, പിന്നെ B.Ed ഒക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലൊരു ടീച്ചറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്.
ഇതല്ലാതെ വേറെയുമുണ്ട്, അതായത് BSc ഇൻ ജെനറ്റിക്സ് ഉണ്ട്, മോളിക്കുലാർ ബയോളജി ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്. അപ്പോൾ ആ ബ്രാഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ടീച്ചിങ്ങിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ പ്യുവർ സയൻസ് എടുക്കുക. അതല്ല, നിങ്ങൾക്ക് റിസർച്ചാണ് താല്പര്യം, ഓക്കെ, നിങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് റിസർച്ചാണ്, നിങ്ങൾക്കൊരു സയൻറ്റിസ്റ്റൊക്കെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, BSc ഇൻ ബയോടെക്നോളജി എടുക്കാം, ഓക്കെ, BSc ഇൻ മോളിക്കുലാർ ബയോളജി എടുക്കാം, BSc ഇൻ മൈക്രോ ബയോളജി എടുക്കാം. ഇങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. സോ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ, ഓക്കെ. ഒന്നും തന്നെ എന്തല്ല, ഒന്നിൻ്റെ അവസാനമല്ല, പുതിയൊരു തുടക്കമാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നീറ്റ് സ്കോർ വരുമ്പോൾ അയ്യോ എൻ്റെത് പോയല്ലോ, എൻ്റെ പ്രതീക്ഷ കൈവിട്ടല്ലോ, അങ്ങനെ ഒന്നും കരുതണ്ട. നമ്മൾക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് മറ്റൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എൻ്റെ മക്കൾ ആലോചിക്കുക. ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങളുടെ മനസ്സെന്താണോ പറയണത്, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങളുടെ ഫാമിലി ഒക്കെ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, ഓക്കെ, അത് ഫോളോ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് വരാനുള്ളത് എങ്ങനെയാലും വരും, ഓക്കെ. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.